بسم الله الرحمن الرحيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയും ഉണർത്തുകയുമാണ്. ഇസ്ലാമിക സൗധം സ്ഥാപിക്കപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ സകാത്തിനെ കുറിച്ചാണ് ഇന്ന് ഒരു ഖുത്ബ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസിൽ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാമിക സൗധം 5 സ്തംഭങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത 5 സ്തംഭങ്ങൾ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സകാഹ് വ ഹജ്ജിൽ ബൈത്ത് വ സൗമി റമദാൻ. ഒന്നാമത്തെ സ്തംഭം ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 സാക്ഷ്യവചനങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്, സാക്ഷ്യവചനമാണ് ഒന്നാമത്തെ സ്തംഭം. രണ്ടാമത്തേത് വ ഇഖാമിസ് സ്വലാഹ്, നമസ്കാരം ഇഖാമത്ത് ചെയ്യലാണ്, യഥാവിധം നിർവഹിക്കലും നമസ്കാരം യഥാവിധമാക്കലുമാണ്
രണ്ടാമത്തെ സ്തംഭം. മൂന്നാമത്തേത് സകാത്ത് നൽകലും അത് നൽകി വീട്ടലുമാണ്. നാലാമത്തേത് വഹജ്ജിൽ ബൈത്ത്, കഅബത്തിങ്കൽ ഹജ്ജ് ചെയ്യലാണ്. അഞ്ചാമത്തേത് വസൗമി റമദാൻ, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കലാണ്. ഇബ്നു ഉമറിൽ നിന്നുള്ള ഒരു റിവായത്തിൽ ഇപ്രകാരം ഹജ്ജ് അതേപോലെ നോമ്പ് അതിനെ പിന്തിപ്പിച്ചതുള്ള വേറെ റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഈ റിവായത്തിൽ അപ്രകാരമാണുള്ളത്. അപ്പോൾ ഇസ്ലാമിക സൗദത്തിന്റെ പഞ്ചസ്തംഭങ്ങളിൽ സകാത്ത് നൽകുക എന്ന വിഷയമാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. സകാത്ത് അതിൻ്റെ വുജൂബിനെ നിഷേധിക്കുന്നവൻ, സകാത്ത് നിർബന്ധമാണെന്നതിനെ നിഷേധിക്കുന്നവൻ കാഫിറാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഇജ്മാ ആ വിഷയത്തിലുണ്ട്. സകാത്തിനെ നിഷേധിക്കുന്നവൻ കാഫിറാണ്. സകാത്ത് നൽകാത്തവൻ അവനോട് യുദ്ധമാണ് ഇസ്ലാമിൽ. ഈ രണ്ട് വിഷയങ്ങളെയും ബലപ്പെടുത്തുന്ന സ്ഥാപിക്കുന്ന തെളിവുകൾ ഇസ്ലാമിലേറെയാണ്. സകാത്തിന്റെ വുജൂബിനെ നിഷേധിക്കുന്നവൻ കാഫിറാണ് എന്ന് പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ താബു വഅഖാമു സ്വലാത വആതു സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ. ഫഇൻ താബു, അവിശ്വാസികൾ പശ്ചാത്തപിക്കുകയും എന്നിട്ട് നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അപ്പോഴാണ് അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറയുകയുണ്ടായി. അപ്പൊ ആദർശത്തിൽ അവിശ്വാസികൾ സഹോദരങ്ങളാകണമെങ്കിൽ അവിശ്വാസത്തിൽ നിന്ന് അവർ തൗബ ചെയ്യണം. അതിനപ്പുറം അവർ അഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തണം. വആതു സകാ, അവർ സകാത്ത് നൽകുകയും ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഉമിർത് അൻ ഉഖാതില അന്നാസ് ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമിർതു അൻ ഉഖാതില അന്നാസ് ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വയുഖീമുസ് സ്വലാഹ വയുഅ്തുസ് സകാ. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുഹു വറസൂലുഹു എന്ന് സാക്ഷ്യം വഹിക്കുന്നതുവരേക്കും വയുഖീമുസ് സ്വലാ, നമസ്കാരം യഥാവിധമാക്കുകയും കൃത്യമാക്കുകയും ചെയ്യുന്നതുവരേക്കും വയുഅ്തുസ് സകാ, സകാത്ത് നൽകുകയും ചെയ്യുന്നതുവരേക്കും അവരോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഫഇൻ ഫഅലു ദാലിക് അസമു മിന്നി ദിമാഅഹും വഅംവാലഹും, ജനങ്ങൾ അപ്രകാരം ചെയ്താൽ, സാക്ഷ്യവചനം നിർവഹിച്ച് നമസ്കാരം നിലനിർത്തി സകാത്ത് നൽകിയാൽ അവരവരുടെ സ്വത്തുക്കളും അവരുടെ രക്തവും എന്നിൽ നിന്ന് സംരക്ഷിച്ചു. ഇല്ലാ ബിഹഖിൽ ഇസ്ലാം, പിന്നീട് അവരുടെ സമ്പത്ത് അവരുടെ രക്തം അതിൽ ഇസ്ലാമിക ശിക്ഷാ കോടതിക്ക് കൈവെക്കേണ്ടി വരുന്നത് ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു അവകാശത്തിൻ്റെ പേരിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്ത് എടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരുടെ രക്തം ചിന്തേണ്ടി വരുന്ന വല്ല തെറ്റോ വീഴ്ചയോ അവരിൽ നിന്ന് വന്നാലല്ലാതെ അതുവരേക്കും അവരുടെ രക്തവും സമ്പത്തും പാവനമാണ്, സുരക്ഷിതമാക്കി അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സകാത്ത് ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വുജൂബിനെ നിഷേധിക്കുന്നത് കുഫ്റാണ്. എന്നാൽ സകാത്ത് നൽകാതിരിക്കുന്നതോ, സകാത്ത് ഒരാൾ നൽകാതിരിക്കുകയാണ് എങ്കിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടാവുകയും ഇസ്ലാമിക ഭരണം നടമാടുകയും ചെയ്യുകയാണ് എങ്കിൽ അത്തരക്കാരോട് യുദ്ധമാണ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഖ്യാപനത്തിലുള്ളത്, വല്ലാഹി ലഉഖാതിലൻ മൻ ഫറഖ ബൈന സ്വലാഹ വസ്സകാ. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഉഖാതിലൻ, ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ, സ്വലാത്തിനും സകാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിച്ചവനോട്. എന്ന് പറഞ്ഞാൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാമിൽ ഉണ്ടായ മുസ്ലിമീങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്ന പലരും അവർ സകാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ചോളാം,
സക്കാത്ത് കൊടുത്തിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കാണ്. തിരുനബി വഫാത്തായി, ഇനി സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ പ്രഖ്യാപനം, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുകയും നിസ്കരിച്ചോളാം സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞവർ അവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആലാനുവിന്റെ പ്രസംഗം. തിരുനബിയുടെ കാലഘട്ടത്തിൽ സക്കാത്തായിട്ട് ഒരൊട്ടക കുട്ടിയെയാണ് കൊടുത്തിരുന്നത് എങ്കിൽ അതുവരെ സക്കാത്തായിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ റളിയല്ലാഹു തആലാനു പറഞ്ഞു. ചിലരിൽ ഒട്ടകക്കയർ എന്ന് പ്രയോഗിച്ചത് കാണുവാൻ സാധിക്കും. അലാ കുല്ലിൻ, ഇവിടെ സക്കാത്ത് നൽകാത്ത ആളുകളോട് യുദ്ധമാണ് ദീനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രമാത്രം ഗൗരവമേറിയ ഒരു ദീനിൻ്റെ ചിഹ്നവും ഇസ്ലാമിക സൗദത്തിൻ്റെ സ്തംഭവുമാകുന്നു സക്കാത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സലാസു ആയാത്ത് നസലത് ബിഖരീനതിഹാ ഫലൻ തുഖ്ബല വാഹിദത്തു മിൻഹാ ഇല്ലാ ബിഖരീനതിഹാ. 3 ആയത്തുകൾ അതിൻ്റെ ഖരീനത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഖരീനത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരി എന്നൊക്കെ അർത്ഥത്തിൽ. ഈ 3 കാര്യങ്ങളിൽ ഒന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഖരീനത്തിനെ കൂടി അയാൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് അതിൻ്റെ ഒരു തെളിവ് പറഞ്ഞത് അഖീമുസ്സലാ വ ആത്തുസ് സക്കാ. അഖീമുസ്സലാ എന്നുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയപ്പോൾ അതിനോടൊന്നിച്ച് വആത്തുസ് സക്കാ, സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ ആയത്ത് ഇറക്കിയത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഫമൻ സല്ല വലം യുസക്കി ഫലൻ യുഖ്ബല മിൻ. ഒരാൾ നിസ്കരിച്ചു, അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. കാരണം എന്താ? നമസ്കാരത്തെ അതിൻ്റെ ഖരീനത്തായ സക്കാത്തിനോടൊന്നിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെയാണ് ഇറക്കിയത് ആ വചനം. അതിൽ ഒന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ മറ്റേത് നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പം നിസ്കരിച്ചു സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നിസ്കാരം തന്നെ സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇത് സക്കാത്തിൽ ഇസ്ലാമിനുള്ള പ്രാധാന്യമാണ്. സക്കാത്ത് സ്വലാത്തിന്റെ ഖരീനത്താണ്. സലാത്തിനോടൊന്നിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വലയുണ്ടോ അയാൾ സക്കാത്ത് കൊടുക്കാൻ അർഹനും യോഗ്യനുമാണ് എങ്കിൽ അയാൾ സക്കാത്ത് നൽകി വീട്ടുക തന്നെ വേണം. അതില്ല എങ്കിൽ അയാളുടെ സല അയാൾക്ക് ഫലപ്രദമാവുകയില്ല എന്നുള്ളതാണ്. ഈ ഭാഗങ്ങൾ സക്കാത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യവും സക്കാത്തിന്റെ മതവിധിയും സക്കാത്തിന്റെ ഗൗരവവുമാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് സക്കാത്തിനെ ശറഅാക്കിയത്, അതിൻ്റെ ഹിക്മത്ത് സക്കാത്തിന്റെ വിഷയം ഉണർത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഫഇന്ന സ്വലാതക സകനുൽ ലഹും. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, ആളുകളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് പിടിച്ചെടുക്കുക. സദഖ എന്ന് പറഞ്ഞാൽ അവിടെ സക്കാത്ത്, സക്കാത്തിന് സദഖ എന്നും ശറയിൽ പ്രയോഗിക്കും. അപ്പൊ ജനങ്ങളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കുക. തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, അങ്ങനെ സക്കാത്ത് കൊണ്ട് നിങ്ങൾ അവരെ ശുദ്ധീകരിക്കുകയും അവരെ നിങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ സക്കാത്ത് അല്ലാഹു ശറഅാക്കിയതിൽ കുറേ ഹിക്മത്തുകളുണ്ട്, കുറേ യുക്തിയും കുറേ അർത്ഥവുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യുക്തിയും അർത്ഥവും അല്ലാഹു പറയുന്നത് തത്ഹീറും തസ്കിയത്തുമാണ്. തുതഹിറുഹും ബിഹാ, സക്കാത്ത് അവരിൽ നിന്നെടുത്ത് നിങ്ങൾ അവരെ ശുദ്ധീകരിക്കുക. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ നിങ്ങൾ തസ്കിയത്ത് നടത്തുക, സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സക്കാത്തിൽ എന്താണുള്ളത്? സക്കാത്തിൽ ശുദ്ധീകരണമാണുള്ളത്, സക്കാത്തിൽ സംസ്കരണമാണുള്ളത്. ആർക്കാണ് സംസ്കരണം, ആരിലാണ് ശുദ്ധീകരണം? അത്
സക്കാത്ത് നൽകാൻ അർഹരായവരിലാണ് ശുദ്ധീകരണം, അവർക്കാണ് സംസ്കരണം. അവരുടെ ശരീരവും അവരുടെ മനസ്സും സക്കാത്ത് അവർ നൽകുന്നതോടുകൂടിയാണ് വിമലമാകുന്നത്, വിമലീകരിക്കപ്പെടുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്രകാരം സമ്പത്തും, ആളുകളുടെ സമ്പത്ത്, അതിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അദ്ദേഹം സക്കാത്ത് നൽകിയിട്ടില്ല എങ്കിൽ ആ സമ്പത്തും മലിനമാണ്. അന്യരുടെ അവകാശം പുരണ്ട് ആ സ്വത്ത് മലിനമാണ്, മലീമസമാണ്. അതിൽ നിന്നുള്ള സക്കാത്തിന്റെ വിഹിതം എടുക്കപ്പെടുകയും അത് നൽകപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ സ്വത്ത് തന്നെയും ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ ശറഅാക്കി, മതമാക്കി? സക്കാത്തിനെ ശറഅാക്കിയത് തിരുനബിയോടുള്ള മുഖാതബത്തിൽ, അഭിസംബോധനയിൽ അല്ലാഹു പറയുകയാണ്, തുതഹിറുഹും, നിങ്ങൾ സക്കാത്ത് സ്വീകരിച്ചുകൊണ്ട് അവരെ ശുദ്ധീകരിക്കുന്നു, വതുസക്കീഹിം ബിഹാ, അതിലൂടെ നിങ്ങൾ അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യരുടെ മനസ്സിന് ശുദ്ധീകരണം, മനുഷ്യരുടെ ശരീരത്തിന് ശുദ്ധീകരണം, മനസ്സിന് ശുദ്ധീകരണം, അതേപോലെ തന്നെ ശരീരത്തിന് ശുദ്ധീകരണം. ഹറാം, നിഷിദ്ധമായത്, അന്യരുടെ അവകാശം കലർന്നതൊരു മനുഷ്യൻ തിന്നാൽ അയാളുടെ ശരീരം ഹറാമായ സ്വത്ത് കൊണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ സക്കാത്ത് സ്വീകരിച്ചാൽ ശരീരത്തിന് ശുദ്ധീകരണമായി, മനസ്സിനും ശുദ്ധീകരണമായി. പിന്നെ സക്കാത്ത് പുറത്തെടുക്കുന്നതിലൂടെ സമ്പത്തിനും ശുദ്ധീകരണമായി. അപ്പൊ ഈ ശുദ്ധീകരണങ്ങളാണ് പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സക്കാത്ത് സ്വീകരിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു പറയുകയാണ്, വസല്ലി അലൈഹിം, പ്രവാചകനെ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ഇരക്കുക. ഫഇന്ന സ്വലാത്തക സകനുൽ ലഹും, നിങ്ങളുടെ ദുആ അവർക്ക് ശാന്തിയാണ്, സമാധാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. സക്കാത്തിന് പലവിധ ഹിക്മത്തുകളാണ്. അതിൽ ചിലതാണ് ഈ വചനം ഉൾക്കൊണ്ടത്. ഖതീബ് പലതും അതിൽ പറയുകയുണ്ടായി. ഇസ്ലാമിക സാഹോദര്യത്തിന്റെ തേട്ടവും, ഇസ്ലാം മനുഷ്യരുടെ മനസ്സിനുണ്ടാകേണ്ട ലാളിത്യം, വിനയം, അതേപോലെ കൂടപ്പിറപ്പുകളോട് അല്ലെങ്കിൽ കൂട്ടുകാരോട്, മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാരോട് ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ടതായ അനുകമ്പ, അലിവ്, ആർദ്രത, കനിവ്, ഇതെല്ലാം വളർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നിശ്ചയിച്ചത്. സോഷ്യലിസം സമസൃഷ്ടിയെ വിഭാവനം ചെയ്തു. സാമൂഹിക ശ്രേണിയിൽ സോഷ്യലിസം പണക്കാർ, പണിക്കാർ, തൊഴിലാളി, മുതലാളി വ്യത്യാസം വരാത്ത വിധം ഒരു സമസൃഷ്ടിയെയാണ് വിഭാവനം ചെയ്തത്. പക്ഷേ ഭൗതികമായ പ്രത്യയശാസ്ത്രം അത് ഭൗതികമായ അളവുകോലുകളിൽ അവരുടെ തത്വസംഹിത പണിയുകയുണ്ടായി. അത് പ്രയോഗവൽക്കരിച്ച് വർഷങ്ങൾ, അത് ആളുകളിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ടുള്ള വർഷങ്ങൾ നീണ്ടുനിന്നില്ല. അത് അമ്പെ പരാജയപ്പെടുകയും അത് തകർന്ന് വീഴുകയുമാണ് ചെയ്തത്. അതിന് ലോകം സാക്ഷിയായി. എന്തുകൊണ്ട്? സാമൂഹിക ശ്രേണിയിൽ ഒരു തുല്യാവസ്ഥ, പണക്കാരും പണിക്കാരും വ്യത്യാസമില്ലാതെ, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ സമ്പത്ത് എന്നത് അസാധ്യമാണ്, അശാസ്ത്രീയമാണ്, തികഞ്ഞ ഭംഗത്വവും മണ്ടത്തരവുമാണ്. അതേസമയം സാമൂഹിക ശ്രേണി സന്തുലിതമായി നിലനിൽക്കാൻ പണക്കാരും പണിക്കാരും അനിവാര്യമാണ്, തൊഴിലാളിയും മുതലാളിയും അനിവാര്യമാണ്. അത് ആൾക്കൂട്ട സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ്, അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മതം, ഇസ്ലാം ദീൻ പണക്കാരോട് പണിക്കാരുടെ, മുതലാളിയോട് തൊഴിലാളിയുടെ അവസ്ഥ മനസ്സിലാക്കുവാനും അവനെ തൻ്റെ സ്വത്തിൽ ഭാഗമാക്കാക്കുവാനും സഹോദര്യവും അതേപോലെ തന്നെ അവനോട് കനിവും അലിവുമുള്ള ഒരു ജീവിതം നിലനിർത്തുവാനുമാണ് ആവശ്യപ്പെട്ടത്. പണിക്കാരിവിടെ വേണം, തൊഴിലാളികൾ വേണം, അത് അനിവാര്യമാണ്. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, അവർക്കുള്ള പ്രതിബന്ധങ്ങൾ അത് പരിഹരിക്കപ്പെടുന്ന വിധം അള്ളാഹു അനുഗ്രഹമായി അരുളിയ സമ്പത്തുള്ളവർ അവരെ പരിഗണിക്കുകയും
തങ്ങളുടെ സമ്പത്തിൻ്റെ വിഹിതങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതിവിടെ ഉണ്ടാകണം. അള്ളാഹു സക്കാത്ത് ശറഅാക്കി, സദഖകളെ ശറഅാക്കി, അതേപോലെ ഹദിയ ശറഅാക്കി. ഇങ്ങനെ ഈ ഒരു ആശയത്തെ ഇസ്ലാമിൽ വളർത്തുകയും അതിനെ പോഷിപ്പിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച വിധം സഹോദര്യത്തിൻ്റെ തേട്ടമാണ് സക്കാത്ത് നൽകുക എന്നുള്ളത്. അപ്പൊ ആവശ്യക്കാരന്, അന്യാശ്രയക്കാരന് അള്ളാഹു സമ്പത്ത് കനിഞ്ഞവൻ അതിൽ നിന്ന് നിർബന്ധമായും ഒരു വിഹിതം നീക്കിവെക്കുകയും അങ്ങനെ അത് ആവശ്യക്കാരുടെ ആവശ്യത്തിനെത്തുകയും ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു, പ്രതിബന്ധങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് 1400 വർഷങ്ങളായി കൃത്യമായി മതം വരച്ച, ദീൻ പഠിപ്പിച്ച, ഇസ്ലാം ഉദ്ഘോഷിച്ച സുന്ദരമായ ആശയമാണ്. ഇതിലാണ് വിജയമെന്നും ഇതുകൊണ്ടാണ് ക്ഷേമമെന്നും ഇതുകൊണ്ടാണ് സാമൂഹ്യ ശ്രേണിയിൽ അനിവാര്യമായുള്ള 2 തട്ടുകൾ, അത് പൊരുത്തപ്പെട്ടുള്ള സന്തുലിതമായ ഒരു ഭൗതികമായ ജീവിതം ഉണ്ടാവുക എന്നും ബുദ്ധിജീവികളായ ബുദ്ധിജീവികളെല്ലാം നേർവഴി ചിന്തിച്ചപ്പോൾ, നേരായ പക്ഷവായന നടത്തിയപ്പോൾ അവർ മനസ്സിലാക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് സക്കാത്ത്, അതിൻ്റെ അർഹർ, സക്കാത്ത് നൽകേണ്ടവർ, സക്കാത്ത് സ്വീകരിക്കാൻ അർഹരായവർക്ക്, യോഗ്യരായവർക്ക് സക്കാത്ത് നൽകുമ്പോൾ അതിലൂടെ സാഹോദര്യം ഊട്ടപ്പെടുകയും ഹൃദയബന്ധങ്ങൾ വിളക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു യുക്തിയിൽ കൂടിയാണ് സക്കാത്തിനെ ശറഅാക്കിയത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുകൾ തീരുകയായി. എപ്പോൾ അള്ളാഹു ആരുടെ കയ്യിലാണോ സമ്പത്തിനെ പരീക്ഷണമായി ഏൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു ഏൽപ്പിച്ചതായ സമ്പത്തിൽ മുഴുവൻ നൽകാൻ അള്ളാഹു പറഞ്ഞില്ല, അള്ളാഹ്ക്കത് പറയാം. പകുതി നൽകാൻ അള്ളാഹു പറഞ്ഞില്ല, അള്ളാഹുവിനത് പറയാം. 1/3 നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ 2.5% അത് സക്കാത്തായി നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി കൽപ്പിക്കുകയും ആജ്ഞാപിക്കുകയുമാണ് ചെയ്തത്. ആ ഒരു 2.5% സക്കാത്ത് നൽകുവാൻ യോഗ്യവരായവർ അത് സക്കാത്തിന്റെ വിഹിതമായിട്ട് നീക്കി വെക്കുകയും അർഹരുടെ കരങ്ങളിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരൊറ്റ ഫക്കീർ ലോകത്ത് ശേഷിക്കാത്ത വിധം സമൂഹം വളരുന്ന, സാമൂഹിക ജീവിതം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളത് കട്ടായമാണ്. പക്ഷേ പല സമ്പന്നരും ലുബ്ധതയുടെയും പിശുക്കിൻ്റെയും മേൽവിലാസം പേറി ഈ ദുനിയാവിൽ സമ്പത്ത് കൈയാളുന്നവരാണ്. അവരുടെ കരവിരുതും അതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള സമ്പത്ത് അവരുടെ കഴിവുമാണ് എന്നാണ് അവർ വിചാരിച്ചു വെക്കുകയും പെരുമാറുന്നത് അതിനനുസരിച്ചാണ്. യഥാർത്ഥത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. മിമ്മാ റസഖനാഹും, മാലുല്ലാഹ്, അള്ളാഹു റിസ്ക് നൽകിയതാണ്, അള്ളാഹുവിൻ്റെ സമ്പത്താണ്. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കുവാനും അതേപോലെ സക്കാത്തായിട്ട് നൽകുവാനും സദഖ നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പടച്ച തമ്പുരാൻ അരുളിയ അനുഗ്രഹമാകുന്ന സ്വത്ത്, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ വിഹിതം സക്കാത്തായിട്ട് നൽകൽ, ഇതാണ് സമ്പത്തുള്ളവർ, സക്കാത്ത് കൊടുക്കാൻ അർഹരായവർ അതിൽ ചിന്തിക്കേണ്ടതായ വിഷയം. സക്കാത്ത് നൽകിയില്ലെങ്കിൽ എന്ത്? വിശുദ്ധ ഖുർആനിലെ ഏതാനും വചനങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഏതാനും അസറുകൾ, ഹദീസുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഏറെ വലിയ മുന്നറിയിപ്പുകളും തികഞ്ഞ താക്കീതുകളുമാണ് ആ വചനങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. തികഞ്ഞ അപായ സൂചനയാണ് തിരുമൊഴികളും അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ളതായ തിരുവചനങ്ങളും നമ്മളോട് സംസാരിക്കുന്നത്. എന്താണ് സക്കാത്ത് നൽകാത്തവരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സക്കാ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ്
എന്താ മുശ്രിക്കിനെ കുറിച്ച് പറയുന്നത്? അല്ലദീന ലാ യൂതൂന സക്കാ, സകാത്ത് നൽകാത്തവർ, സകാത്ത് നൽകാത്തവരായ മുശ്രിക്കുകൾക്ക് നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ സകാത്ത് നൽകാതിരിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്, ആരുടെ പ്രത്യേകതയാണ്? എന്താണ് അള്ളാഹു പറയുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ളതായ താക്കീദിന്റെയും മുന്നറിയിപ്പിന്റെയും വചനം ഇപ്രകാരം. മറ്റൊരു വചനം, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. എന്താ? വല്ലദീന യക്നിസൂന الذهب والفضة, സ്വർണവും വെള്ളിയും കെൻസാക്കി വെക്കുന്നവർ, സംഭരിച്ചു വെക്കുന്നവർ. വല യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സ്വർണവും വെള്ളിയും സംഭരിച്ചു വെക്കുന്നവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് നോവേറ്റുന്ന വേദനാജന്യമായ ശിക്ഷയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ആ ശിക്ഷ? യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം, ഈ സംഭരിച്ചു വെച്ച സ്വത്തിനെ നരകത്തീയിലിട്ട് ചൂടാക്കിയെടുക്കും ഒരു ദിവസം. യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം. എന്നിട്ടോ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, നരകത്തീയിൽ ചുട്ടെടുത്ത് ആ സമ്പത്ത് കൊണ്ട് ഈ ശേഖരിച്ചു വെച്ച് ചെലവഴിക്കാത്തവരുടെ നെറ്റിയിലും അവരുടെ മുതുകിലും അവരുടെ പാർശ്വങ്ങളിലും ഇതുകൊണ്ട് ചൂടാക്കും. അവരുടെ സമ്പത്ത് അത് നരകത്തിയിൽ ചുട്ടുപഴിപ്പിച്ച് അതുകൊണ്ട് അവരുടെ നെറ്റിയിൽ മുതുകിൽ പാർശ്വങ്ങളിൽ ചൂടുവെക്കും. ഫതുക്വാ ബിഹാ ജിബാഹുഹും യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ മുതുകുകളിൽ പാർശ്വങ്ങളിൽ അവരുടെ നെറ്റിയിൽ ചൂടുവെക്കും. എന്നിട്ട് പറയും ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംഭരിച്ചു വെച്ചതാണ്. ഫദൂഖൂ മാ കുൻതും തക്നീസൂൻ, അതുകൊണ്ട് നിങ്ങൾ സംഭരിച്ചു വെച്ചത് നിങ്ങൾക്ക് ആസ്വദിക്കാനാണ്, അതുകൊണ്ട് ആസ്വദിച്ചോളൂ എന്നവരോട് പറയുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പോൾ സ്വത്ത് അത് ചെലവഴിക്കേണ്ട മാർഗേണ ചെലവഴിക്കാതെ പൂഴ്ത്തി വെക്കുന്ന, എടുത്തു വെക്കുന്നവർക്കുള്ള ഭീഷണമാം വിധം അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നത്. മറ്റൊരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂൻ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയവർ അവർ ഒരിക്കലും വിചാരിക്കരുത്, വലാ യഹ്സബൻ, അവർ വിചാരിക്കുക തന്നെ ചെയ്യരുത്, ഹുവ ഖൈറൻ ലഹും, അതവർക്ക് ഉത്തമമാണെന്ന്. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയത് പിശുക്കി വെക്കുന്നവർ, അതിൽ ലുബ്ധത കാണിക്കുന്നവർ, പിശുക്കന്മാർ വിചാരിക്കരുത് ഹുവ ഖൈറൻ ലഹും, അല്ലാഹു തങ്ങൾക്ക് നൽകിയത് തങ്ങൾക്ക് നല്ലതാണ്, ഉത്തമമാണ് എന്ന് അവർ വിചാരിക്കണ്ട. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അല്ലാഹു അവന്റെ ഔദാര്യമായ സ്വത്ത് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചുവോ അവർ അത് പിശിക്കുന്നു, അതിലവർ ലുബ്ധത കാണിക്കുന്നുവെങ്കിൽ അതവർക്ക് നന്മയാണെന്ന് അവർ വിചാരിക്കരുത്. ഇതാണ് അല്ലാഹു പറയുന്നത്. പിന്നെയോ ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് വിനയാണ്, അതവർക്ക് അപകടമാണ്, തിന്മയാണ്. എന്താണ് അതുകൊണ്ട് ചെയ്യുക? സയുതവഖൂന മാ ബഖിലൂ ബിഹി, അവർ പിശുക്കി വെച്ചത് കൊണ്ട് അവർക്ക് തൗഖണീക്കും എന്നാണ്. തൗഖ് എന്ന് പറഞ്ഞാൽ യുതവഖൂൻ എന്ന് പറഞ്ഞാൽ തൗഖണീക്കുക, ഖണ്ഡാഭരണം ചാർത്തുക എന്നാണ്. അത് അവരുടെ കഴുത്തിൽ അണിയപ്പെടുവാനുള്ള സ്വത്താണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സ്വത്ത് അല്ലാഹു നൽകി ആ സ്വത്തിനെ പിശുക്കുന്നവർ, അതിൽ ലുബ്ധത കാണിക്കുന്നവർ, അവരുടെ സ്വത്ത് അവർക്ക് ഉത്തമമാണെന്ന് അവർ വിചാരിക്കേണ്ട, പ്രത്യേകത അതവർക്ക് തിന്മയാണ്, അതവർക്ക് വിനയാണ്, അതവർക്ക് ഷർറാണ്. ആ പിശുക്കി വെച്ചത് കൊണ്ട് അവർക്ക് കഴുത്തിൽ ആഭരണം ചാർത്തും എന്നാണ് അള്ളാഹു പറഞ്ഞത്. എങ്ങനെയാണ് ഈ ആഭരണം?
നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് ആ ആഭരണത്തെക്കുറിച്ച് പറഞ്ഞു. അതെങ്ങനെയാണ്? ഹദീസിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ സഹീഹ് മുസ്ലിമിലൊക്കെ വാരിദായിട്ടുള്ള അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ മുസ്സില ലഹു ഷുജാഉൻ അഖറ, പിശുക്കി വെച്ച ഈ സ്വത്ത് അവന് ഒരു സർപ്പമായിട്ട് രൂപം ചെയ്യപ്പെടുമെന്നാണ്. ആ പിശുക്കി വെച്ച സ്വത്തുണ്ടല്ലോ, അതൊരു സർപ്പമായിട്ട് അതിന് രൂപം മാറ്റും, കോലപ്പെടുത്തപ്പെടും. ആ സർപ്പത്തിന് അതിൻ്റെ മുതുകിലുള്ള ആ 2 കൊമ്പ് വരെ ഉണ്ടായിരിക്കുമെന്നാണ്. എന്നിട്ട് ആ സർപ്പം അവൻ്റെ കഴുത്തിൽ ചുറ്റും. ഹദീസിന്റെ ലഫ്ദിൽ കാണാം, അതാണ് അവൻ്റെ കഴുത്തിൽ വരുന്നതായ ഖണ്ഡാഭരണം. എന്നിട്ട് ആ സർപ്പം അവനോട് ചീറ്റി അവനോട് പറയും, അന മാലുക് അന കെൻസുക്, പേടിക്കണ്ട, ഞാൻ നിന്റെ സ്വത്താണ്, ഞാൻ നിന്റെ കെൻസ്, സൂക്ഷിപ്പ് സ്വത്താണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ്റെ പിന്നാലെ വരിക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം മുസ്സില ലഹു ഷുജാഉൻ അഖറ എന്നാണ്. ഈ പിശുക്കി വെച്ച സ്വത്ത് അവന് ഒരു അഖറ ആയ പാമ്പായിട്ട് രൂപപ്പെടുത്തപ്പെടുമെന്നാണ്. ഈ അഖറ ആയ പാമ്പ് എന്ന് പറഞ്ഞാൽ, അഖറ എന്ന് പറഞ്ഞാൽ വിഷത്തിൻ്റെ ആധിക്യം കാരണത്താൽ തോല് പോയ പാമ്പ് എന്നാണ്. വിഷത്തിൻ്റെ ആധിക്യം കാരണത്താൽ തോല് പോയ പാമ്പിനാണ് അഖറ ആയ പാമ്പ് എന്ന് പറയാം. അவ்விധം അതിനെ മാറ്റപ്പെടുത്തി അവൻ്റെ കഴുത്തിൽ ചാർത്തിയിട്ട് അതിനെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ്, ഞാൻ നിന്റെ സ്വത്താണ്, ഞാൻ നിന്റെ സൂക്ഷിപ്പ് സ്വത്താണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ ശിക്ഷ വരിക എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിൻ്റെ ശറഹായിട്ട് തഫ്സീറായിട്ട് പറയുകയുണ്ടായത് എന്നാണ്. അതാണ് സയ്യുതവഖൂന മാ ബിഖുലൂബി, അവർ പിശുക്കി വെച്ചത് കൊണ്ട് അവർക്ക് ഖണ്ഡാഭരണം ചാർത്തപ്പെടും എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ശക്തമായ മുന്നറിയിപ്പുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള താക്കീതുകൾ, അപായ സൂചനകൾ. അതുകൊണ്ട് സക്കാത്തിൽ അലംഭാവം കാണിക്കുന്നവർ, സക്കാത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച കാണിക്കുന്നവർ വളരെ ഗൗരവത്തിൽ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് അവർ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദ, ചില റിപ്പോർട്ടുകളിൽ മാ മിൻ സാഹിബി കൻസിൻ, ഖതീബ റിവായത്താണ് കേൾപ്പിച്ചത്, സ്വർണവും വെള്ളിയും ഉടമപ്പെടുത്തിയ വ്യക്തി അല്ലെങ്കിൽ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച വ്യക്തി. എങ്ങനെ സമ്പത്ത് സൂക്ഷിച്ച വ്യക്തി? ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹ, അതിൻ്റെ അവകാശം നൽകി വീട്ടാതെ, സകാത്ത് കൊടുക്കാതെ സ്വത്ത് സൂക്ഷിച്ചു വെച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇല്ലാ സുഫിഹത് ലഹു സഫാഇഹ മിൻ നാർ എന്നാണ്. അവൻ സൂക്ഷിച്ചു വെച്ച, എടുത്തു വെച്ചതായ സ്വത്ത് അത് നരകത്തീയിൽ അതിനെ ചൂടാക്കിയെടുക്കും, കട്ടയാക്കിയിട്ട് ചൂടാക്കിയെടുക്കും. സുഫിഹത്ത് ലഹു സഫാഇഹ എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്വത്തിനെ കട്ടിയാക്കി അതിനെ ചൂടാക്കിയെടുക്കുമെന്നാണ്. എന്നിട്ടോ ആ ചൂടാക്കി എടുത്തത് കൊണ്ട് അവൻ്റെ നെറ്റിയിലും അവൻ്റെ പാർശ്വങ്ങളിലും അവൻ്റെ മുതുകിലും ചൂടാക്കും എന്ന്. ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, ഒരു നാളിൽ ആ നാളിൻ്റെ ദൈർഘ്യം 500 വർഷത്തെ ദൈർഘ്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് മഹ്ശറയിൽ നടക്കുന്നതാണ്. അതായത് നരകത്തിൽ എറിയപ്പെട്ടതിന് ശേഷമല്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. നരകത്തിൽ എറിയപ്പെടുന്നതിന് മുമ്പ് വിചാരണയുടെ വേദിയിൽ സക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷയാണത്. അവരുടെ സ്വർണവും വെള്ളിയും, അവരുടെ കെൻസ്, സൂക്ഷിപ്പ് സ്വത്ത്, അത് നരകത്തിൽ കട്ടിയാക്കിയതിന് ശേഷം ചൂടാക്കിയെടുക്കും. എന്നിട്ട് മനുഷ്യരുടെ നെറ്റിയിലും മുതുകിലും പാർശ്വങ്ങളിലും അതുകൊണ്ട് മഹ്ശറയിൽ വെച്ച് ചൂട് വെക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ചൂടാറുമ്പോഴൊക്കെ ഒഴിതച്ചാലേ പിന്നെയും കൊണ്ടുപോയിട്ട് ചൂടാക്കി കൊണ്ടുവരും, എന്നിട്ട് ചൂട് വെക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. സുമ്മ യറാ സബീലഹു ഇമ്മ ഇലൽ ജന്നത്തിൻ വ ഇമ്മ ഇലൻ നാർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം സുമ്മ യറാ സബീലഹു, പിന്നീട് അവൻ്റെ വഴി കാണാം, ഇമ്മ ഇലൽ ജന്ന വ ഇമ്മ ഇലൻ നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അപ്പൊ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിധിക്കപ്പെടുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാത്തവന്റെ ശിക്ഷയാണ് ഈ പറഞ്ഞത്. ഈ ഒരു ഹദീസിന്റെ ലഫ്ദ് ഉദ്ധരിച്ചിട്ടാണ് സക്കാത്ത് ഒരാൾ അതിന്റെ വുജൂബിനെ നിഷേധിച്ചാൽ കാഫിറാകും, എന്നാൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കാഫിറാണോ?
സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കാഫിർ എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതിന് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന ഭാഗം ഇതാണ്. അതായത് ഈ ശിക്ഷ കഴിഞ്ഞിട്ട് പിന്നീട് അവൻ എന്ത് ചെയ്യും? ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അവനവൻ്റെ വഴി കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാഫിറാണെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യൂല, വഴി കാണൂല, നരകത്തിലേക്ക് മാത്രമായിരിക്കും അവൻ്റെ വഴി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഇവിടെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കട്ടായാണ്, ഉറപ്പാണ്. അത് വന്ന് മഹ്ശറയിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ചൂടാക്കിയെടുത്തിട്ട് അവൻ്റെ മുതുകിലും പാർശ്വങ്ങളിലും നെറ്റിയിലും ചൂടാക്കും, എന്നിട്ട് ശിക്ഷിക്കും. അതിൽ പിന്നെയാണ് അവൻ്റെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വഴി കാണുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മുസ്ലിമിൻ്റെ റിവായത്താണ്. ആ റിപ്പോർട്ടിൽ തന്നെ കാണാം, ഒട്ടകങ്ങളെ സമ്പത്തായിട്ട് ഉടമപ്പെടുത്തുകയും അങ്ങനെ ആ ഒട്ടകങ്ങളുടെ സമ്പത്ത് സക്കാത്ത് നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താ ശിക്ഷ പറഞ്ഞത്? ആ ഒട്ടകങ്ങൾ അതിൻ്റെ ഉടമകളെ ശിക്ഷിക്കും. എങ്ങനെ? വിശാലമായ മഹ്ശറിൻ്റെ ഭൂമികയിൽ ഈ ഒട്ടകങ്ങളെ കൊണ്ടുവരുമെന്നാണ്. ആദ്യാന്തം ഒട്ടകങ്ങളെ കൊണ്ടുവരും. എന്നിട്ട് ആ ഒട്ടകങ്ങൾ അവരുടെ വായ കൊണ്ട് ഇവനെ കടിക്കും. തഉദ്ദു ബി അഫ്വാഹിഹ, തൊള്ളോണ്ട് കടിക്കും. അതേപോലെ തന്നെ വതതഉ ബി അദ്ലാഇഹ, അതിൻ്റെ കാലുകൊണ്ട് അവനെ ചവിട്ടുകയും ചെയ്യും എന്നാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഓരോ ഒട്ടകങ്ങളും കടന്നു പോയാൽ കുല്ലമാ മർറ ബിഹി ഉഖ്റാഹ യുറദ്ദു അലൈഹി ഔ തുറദ്ദു അലൈഹി ഊലാഹ എന്നാണ്. അവസാനത്തേത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ചവിട്ടിയതിനെ വീണ്ടും കൊണ്ടുവരുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. നിന്ദ്യമായ ശിക്ഷ ഇങ്ങനെ അവന് ചെയ്യുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എവിടെയാണ് ഈ ശിക്ഷ നടപ്പിലാക്കുക? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 സന, 50,000 വർഷം ദൈർഘ്യമുള്ളതായ ഒരു ദിവസത്തിന് 50,000 വർഷം ദൈർഘ്യമുള്ളതായ അന്ത്യനാളിൽ. എന്നിട്ട് ഈ ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം സുമ്മ യറാ സബീലഹു ഇമ്മാ ഇലാ ജന്നതി വ ഇമ്മാ ഇലാ അന്നാർ, പിന്നീടാണ് അവൻ്റെ മാർഗം ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ആണെന്നാണ്. അപ്പം മഹ്ശറിൽ വിചാരണയുടെ വേദിയിൽ വിചാരണയുടെ ഭാഗമായിട്ടാണ് ഈ ശിക്ഷ. അതേപോലെ ഒരാൾ ആടുകളെയും മാടുകളെയും സ്വത്തായി ഉടമപ്പെടുത്തി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാമിൻ സാഹിബി ഗനമിൻ വല ബഖർ, പശുക്കളെ അല്ലെങ്കിൽ ആടുകളെ സ്വത്തായിട്ട് ഉടമപ്പെടുത്തിയിട്ട് ഒരാൾ അതിൻ്റെ ഹക്ക് നൽകി വീട്ടുന്നില്ല എങ്കിൽ, അതിന് സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? അന്ത്യനാളിൽ അവനൊരു ഖാഇൻ ഖർഖർ എന്ന് പറഞ്ഞാൽ അവനൊരുക്കപ്പെടുന്നതാണ്. വിശാലമായ ഒരു ഭൂമിക ഒരുക്കപ്പെടും വിചാരണയുടെ വേദിയിൽ. എന്നിട്ട് ആ ഭൂമികയിലേക്ക് ഇവൻ സക്കാത്ത് നൽകാത്ത ആടുകളെയും മാടുകളെയും കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ മാടുകൾ അവയുടെ കൊമ്പ് കൊണ്ട് ഇവനെ കുത്തുകയും അവൻ്റെ കുളമ്പുകൾ കൊണ്ട് ഇവനെ ചവിട്ടുകയും ചെയ്യും. അങ്ങനെ ആടുകളിൽ ആദ്യത്തെ നിര അവനെ ചവിട്ടി കുത്തി കടന്നു പോകും. അവസാനത്തേത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തേതിനെ വീണ്ടും മടക്കി കൊണ്ടുവരും. അതാണ് മഹ്ശറിൽ അവനുള്ള ശിക്ഷ. എന്നിട്ട് അതിൽ പിന്നെയാണ് അവൻ്റെ മാർഗം ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് കാണുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസിലെ ഭാഗങ്ങളാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, സക്കാത്ത് നൽകാത്തവർ, സക്കാത്തിൻ്റെ അർഹർ, അവർ സക്കാത്ത് നൽകുന്നില്ല എങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സക്കാത്തിന് കൊടുക്കാൻ അർഹരായവർ ആരാ? സക്കാത്ത് കൊടുക്കാൻ അർഹർ സ്വർണവും വെള്ളിയും ഉടമപ്പെടുത്തിയവർ, കറൻസികൾ ഉടമപ്പെടുത്തിയവർ, നാണ്യസമ്പത്തുള്ളവർ. അതാണ് സക്കാത്ത്. സ്വർണവും വെള്ളി നാണയങ്ങൾ, നാണ്യസമ്പത്തിൻ്റെ ഉടമസ്ഥർ. അതേപോലെ ധാന്യവിളകളുടെ ഉടമസ്ഥർ, നെല്ല് ഗോതമ്പം പോലുള്ള ധാന്യവിളകൾ, കാലിസമ്പത്തിൻ്റെ ഉടമസ്ഥർ, ആട് മാട് ഒട്ടകങ്ങൾ സമ്പത്തായി ഉടമപ്പെടുത്തിയവർ. അതേപോലെ തന്നെ ഉറൂദു തിജാറ, കച്ചവട ചരക്കുകൾ സമ്പത്തായിട്ടുള്ളവർ. കച്ചവട ചരക്കുകൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർ. ഇതേപോലെ തന്നെ സക്കാത്ത് നിശ്ചയിക്കപ്പെട്ടതായ ഇതര സ്വത്തുക്കൾ, നാണ്യവിളകൾ, റബ്ബർ, കശുവണ്ടി തുടങ്ങിയുള്ളതായ നാണ്യവിളകൾ. ഇങ്ങനെ ധാന്യവിളകൾ, നാണ്യവിളകൾ, നാണയങ്ങൾ, കാലിസമ്പത്ത്, കച്ചവട ചരക്കുകൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി അരുളിയ, അള്ളാഹു പരീക്ഷണമായി കൈകളിൽ ഏൽപ്പിച്ച ആളുകൾ അതിൻ്റെ സക്കാത്ത് നൽകിയിട്ടില്ല എങ്കിൽ അവർക്കുള്ളതായ അതിഭീഷണമാം വിധമുള്ള അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പുകളാണ്. ദീൻ അവർക്ക് നൽകുന്നതായ അപായ സൂചനകളാണ്, അല്ലെങ്കിൽ അപകട മുന്നറിയിപ്പുകളാണ് ഈ വചനങ്ങളെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട്
സക്കാത്തിനെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുവാനും ചിന്തിക്കുവാനും അതിൽ വീഴ്ച വരുത്തുന്നവരുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ ഉത്ഭുതരാകുവാനുമുള്ള ഒരു ഉത്ബോധനമാണ് നമ്മൾ ഖുതുബയായിട്ട് കേൾക്കുകയുണ്ടായത്. സക്കാത്ത് കൊടുക്കാൻ അർഹരായവർ, സക്കാത്ത് ആരാണോ അർഹിക്കുന്നവർ, അവരിലേക്കാണ് അത് നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്തിനാൽ, കാരുണ്യാതിരേകത്താൽ സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു. സക്കാത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ളതും കൽപ്പിച്ചു. 8 അവകാശികൾ സക്കാത്തിനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണർത്തി, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബ് വൽ ഗാരിമീൻ വഫി സബീലില്ലാഹ് വബ്നിസ് സബീൽ ഫരീദതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ഒന്ന് ഫുഖറാ, മറ്റൊന്ന് മസാക്കീൻ. ഫുഖറാ മസാക്കീൻ എന്ന് പറഞ്ഞാൽ, ഫഖീർ എന്ന് പറഞ്ഞാൽ പറ്റേ ദരിദ്രനായി വരുമാനമായി യാതൊന്നും ഉടമപ്പെടുത്താത്തവനാണ് ഫഖീർ. സാമ്പത്തിക ശ്രേണിയിൽ പറ്റേ പതിതനായി, ഇല്ലായ്മയാൽ വല്ലായ്മയാൽ നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം പതിതൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അല്പമൊക്കെ മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് ഉള്ളതെങ്കിലും അന്യാശ്രയക്കാരനാണ്, ആവശ്യമുള്ളവനാണ്. അങ്ങനെയുള്ളവർക്കും സക്കാത്തിൽ നിന്ന് വിഹിതമുണ്ട്. ഒരു വർഷത്തിന് അവർക്ക് ആവശ്യമായത് സക്കാത്തിൽ നിന്ന് നൽകാം എന്ന് ഫുഖഹാക്കൾ അതിൽ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. ഇതേപോലെ സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ, സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ സക്കാത്ത് പിരിക്കുവാൻ, അതേപോലെ വീതിച്ചു നൽകുവാൻ, അത് എഴുതുവാൻ, അതിൻ്റെ കണക്കെടുപ്പ് നടത്തുവാൻ, അർഹരെ തെരയുവാനൊക്കെ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന അതിൻ്റെ ജോലിക്കാർ, അവർക്കാണ് സക്കാത്തിൽ നിന്ന് വിഹിതം വേതനമായിട്ട് നൽകപ്പെടുക. മറ്റു ജോലികൾ ഉള്ള ഒരാൾ, അതിൽ ശമ്പളം പറ്റുന്ന ഒരാൾ ഒരു സഹായമെന്നോണം സക്കാത്തിൻ്റെ ജോലി ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വിഹിതം ഉണ്ട് എന്നല്ല. പ്രത്യുത അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ജോലിക്കാർ, അവർക്കാണ് സക്കാത്തിൽ നിന്ന് വിഹിതമുള്ളത്. അതേപോലെ തന്നെ അടിമകളുടെ മോചനത്തിന്, അതേപോലെ കടബാധ്യതയുള്ളവൻ്റെ കടം തീർക്കുന്നതിന് വേണ്ടി, അതേപോലെ വഴിപോക്കൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ യാത്രയിലാണ്, യാത്രാ ഉദ്യമം പൂർത്തിയായിട്ടില്ല, അയാളുടെ യാത്രാ വിഭവങ്ങൾ തീർന്നു പോയി, അയാളുടെ നാട്ടിൽ സമ്പന്നനാണെങ്കിലും അയാൾ എത്തിപ്പെട്ടയിടത്ത് അയാൾക്ക് യാത്ര തുടരുവാൻ ആവശ്യമായത് സക്കാത്തിൽ നിന്ന് നൽകപ്പെടണം. ഇതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിക ജിഹാദ് നിലവിലുണ്ട് എങ്കിൽ ആ ജിഹാദിന്, അതിലെ മുജാഹിദീങ്ങൾക്ക് സക്കാത്തിൽ നിന്ന് നൽകി അവരെ പോഷിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. ഇങ്ങനെ 8 വിഭാഗം അവർക്കാണ് സക്കാത്ത് നൽകേണ്ടത്. ഈ വിഭാഗങ്ങളിലേക്ക് സക്കാത്ത് നൽകാൻ അർഹരായവർ, സക്കാത്ത് സ്വീകരിക്കുവാൻ അർഹരായ 8 വിഭാഗങ്ങളിലേക്ക് നൽകുമ്പോഴാണ് സക്കാത്ത് നൽകി വീട്ടലാകുക. അങ്ങനെ സക്കാത്ത് നൽകി വീട്ടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സക്കാത്ത് കൊടുക്കുവാൻ അർഹരായവർ തങ്ങളുടെ വിഹിതം അത് കൃത്യമായി മാറ്റിവെക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഔസാഖുന്നാസ് എന്നാണ്, ജനങ്ങളുടെ വസ്ഖ് എന്നാണ്. അതായത് അത് മ്ലേച്ഛമായ ഭാഗമാണ്. നമ്മൾ അർഹരായവർക്ക് അത് നൽകാതെ നമ്മളുടെ കൂടെ വെക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സ്വത്തിൽ മ്ലേച്ഛമായ ഭാഗമാണ്. 2.5% അത് നമ്മൾ 1,00,000 രൂപ ഉടമപ്പെടുത്തിയ വ്യക്തി, അതിൽ 2,500 ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് പറഞ്ഞത്. ആ 2,500 അത് ജനങ്ങൾക്കുള്ള അവകാശമാണ്, ഹക്കാണ്. ആ ഹക്ക് അത് നൽകപ്പെടാത്ത കാലത്തോളം അത് വസ്ഖ് തന്നെയാണ്. അത് നമ്മളുടെ ബാക്കിയുള്ള സ്വത്തിനെ കൂടി മ്ലേച്ഛമാക്കുകയും മോശമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശമ്പളം പറ്റുന്നവർ, ബിസിനസ്സിൽ പങ്കാളികളായവർ, ബിസിനസ് നടത്തുന്നവർ, അതേപോലെ സ്വർണവും വെള്ളിയും ഉടമപ്പെടുത്തിയവർ, കാലി സമ്പത്ത് ഉടമപ്പെടുത്തിയവർ, നാണ്യവിളകൾ സമ്പത്തായുള്ളവർ, ധാന്യവിള സമ്പത്തായുള്ളവർ, അവരവരുടെ സക്കാത്തിൻ്റെ വിഹിതത്തെ മനസ്സിലാക്കി സക്കാത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. വിശദമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ട ഒരു വിഷയമാണ് സക്കാത്ത്. പഠിക്കുവാൻ അവസരമുള്ളവരോട് പഠിക്കാൻ
ഖതീബ് വസിയ്യത്ത് ചെയ്തു. അതിനവസരമില്ലാത്തവരോട് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നും ഖതീബ് വസിയ്യത്ത് ചെയ്തു. രണ്ടാലൊരു നിലയിൽ വിഷയം പഠിച്ച് തങ്ങളുടെ മേൽ ബാധ്യതയായതെന്തോ അത് അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ച് ഈ ദുനിയാവിൽ നമ്മൾ ജീവിതം നയിക്കുക. ജീവിതം പരീക്ഷണമാണ്. ആ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ അള്ളാഹു എന്തേൽപ്പിച്ചോ അതും പരീക്ഷണമാണ്. അത് നമുക്കൊരിക്കലും അഭിമാനിക്കുവാനും നിഗളിക്കുവാനും നെളിഞ്ഞു നടക്കുവാനും ഒരു കോപ്പായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കുവാൻ പാടുള്ളതല്ല. ആ പരീക്ഷണ വസ്തു അള്ളാഹു ഏൽപ്പിച്ചപ്പോൾ അതിൽ അള്ളാഹു പറഞ്ഞതെന്താണോ, അള്ളാഹു കൽപ്പിച്ചതെന്താണോ അതറിഞ്ഞ് മനസ്സിലാക്കി സക്കാത്ത് നൽകി നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിച്ച് ഒരു സൃഷ്ടജീവിതം അത് നമുക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തുക. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന് വഴിപ്പെട്ട് ജീവിതം നയിക്കുവാൻ നമ്മുടെ ഐരാരോഗ്യം അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇൽമും ഫിഖ്ഹും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മളുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.